ഹായ്, അപ്പോൾ നമുക്കിന്നൊരു ഓറിയോ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മിൽക്ക് കോമ്പൗണ്ട് നല്ല ബ്രാൻഡിൻ്റെ മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് ഇതേ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാനൊരു ചോക്ലേറ്റിൻ്റെ മോൾഡ് എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് ഞാൻ എല്ലായിടത്തും എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കി കൊടുത്ത് ഇത് ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 10ൻ്റെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, വെള്ളം, അതായത് ക്രീമോ മിൽക്കോ ഒന്നും ചേർക്കാതെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിരിപ്പുണ്ട്. ആ വൈറ്റ് കോമ്പൗണ്ടും ഓറിയോയുടെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചെറിയ പാക്കറ്റ് 10ൻ്റെ ഓറിയോയല്ലേ എടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാക്കി ഇരുന്നില്ല, അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലൊന്ന് കവറിങ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഈ ഡയറി മിൽക്കിൻ്റെ ഓറിയോ എടുക്കുമ്പോൾ അകത്ത് വൈറ്റും പുറത്ത് ഇതുമല്ലേ, മിൽക്ക് കോമ്പൗണ്ടും അല്ലേ, അതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ തലേദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാണ് ഡിമോൾഡ് ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇതിലും ഇല്ലാതെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടേസ്റ്റിംഗ് ടൈം. അതാണ് എൻ്റെ ഫേവറേറ്റ് ടൈം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ് പാട്ടെന്ന് പറയുന്നത് വീഡിയോസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓറിയോയുടെ ഈ ചോക്ലേറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഓറിയോയുടെ ഇത് കണ്ടോ ബ്ലാക്ക് സ്പോട്ട് പോലെ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ കേട്ടോ ഇത് കടിച്ച്, അതായത് ജസ്റ്റ് ഒന്ന് ഒരു ബൈറ്റ് എടുത്ത് നോക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അത് നമ്മുടെ ഒറിജിനൽ ചോക്ലേറ്റ് തോറ്റു പോകും, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല ഇത് ഡാർക്ക് കോമ്പൗണ്ടിൽ ചെയ്താൽ ഇത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. മിൽക്ക് കോമ്പൗണ്ടിൽ പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ, മസ്റ്റായിട്ടും.